സത്യം വലുതാണ്. പക്ഷെ സത്യസന്ധമായ ജീവിതം അതിനേക്കാളും വലുതാണ്, അതിനേക്കാളും പ്രധാനപ്പെട്ടതുമാണ്. ഗുരുനാനാക്കിൻ്റെ മനോഹരമായൊരു നിരീക്ഷണമാണ്. കാരണം ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം സത്യം സത്യമാണെന്നും സത്യം വലുതാണെന്നും പറയാനും ആർക്കും ബുദ്ധിമുട്ടില്ല, പ്രബോധിപ്പിക്കാനും ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ അവനവൻ്റെ ജീവിതം എന്തുമാത്രം സത്യസന്ധമാണെന്നും നീതിപൂർണമാണെന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്നത് സത്യത്തിന് വലിയ വില കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്, അതായത് നമ്മുടെ വിജയങ്ങൾ, സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു വിജയം, അത് നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് വന്ന വഴിയോ സമ്പത്ത് ഉണ്ടാക്കിയ വഴിയോ കുറച്ച് കഴിയുമ്പോൾ അപ്രസക്തമാകുന്നു. എത്തി നിൽക്കുന്ന നിലയെ മാത്രം ലോകം അതിൻ്റെ വിജയമായി കാണുന്നു. എങ്ങനെയും വിജയിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ലോകം മാറി എങ്ങനെ വിജയിച്ചു എന്ന് നോക്കുന്ന, സത്യസന്ധമായി ഒരു ആത്മപരിശോധന നടത്തുന്ന രീതിയിലേക്ക് ആരും പോകുന്നുമില്ല. അവിടെയാണ് ഈ പ്രസ്താവന വളരെ പ്രസക്തമാകുന്നത്. നമുക്ക് സത്യത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ജീവിതം സത്യസന്ധമാണ് എന്ന് നമ്മുടെ മനസാക്ഷി നമ്മെ അത് എൻഡോഴ്സ് ചെയ്താൽ, അതിന് അടിവരയിട്ടാൽ, അതിനപ്പുറം ജീവിതത്തിലൊന്നും വിജയിക്കാനില്ല. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. കാരണം അവിടെ ദൈവത്തോടും ലോകത്തോടും നീതി പുലർത്തി ജീവിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തോട് നീതി പുലർത്താതെ ലോകത്തിൽ എന്തുമാത്രം വിജയിച്ചിട്ടും കാര്യമില്ല. ലോകത്തോട് നീതി പുലർത്താതെ ദൈവത്തിൻ്റെ അടുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ആത്മീയതയുടെ പുറംകാഴ്ചകളിൽ പെടുന്നവനായതുകൊണ്ടും ഒരു കാര്യമില്ല. ആത്മീയതയുടെ പുറംകാഴ്ചയാണ് ഭക്തൻ എന്നുള്ള തോന്നിപ്പിക്കൽ, ആ രീതിയിലുള്ള ജീവിതം. അത് പുറംകാഴ്ച മാത്രമാണ്. പക്ഷേ സത്യസന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അസത്യമില്ലെന്നും നമ്മുടെ ജീവിതത്തിൽ അനീതിയില്ലെന്നും നമ്മുടെ വരുമാന മാർഗങ്ങൾ ശുദ്ധമാണെന്നും നമ്മുടെ കൈകളിൽ കളങ്കമില്ലെന്നും മനസ്സിൽ മാലിന്യമില്ലെന്നും നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രം മതി. അതിനപ്പുറം ജീവിതത്തിൻ്റെ വിജയത്തെ അളക്കുന്ന ഒരളവ് പോലുമില്ല ദൈവത്തിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ. അപ്രകാരം നിർമ്മലമായ കരങ്ങളും സംശുദ്ധമായ മനസാക്ഷിയും സത്യസന്ധമായ ജീവിതവും നീതിപൂർണമായ സമീപനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. അത് മാത്രമായിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അളവുകൾ. നമ്മുടെ ജീവിതത്തിൽ നാം വിജയിച്ചു എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയാതെ നാം വിജയിച്ചു എന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരാൾക്ക് ഒരിക്കലും ഒരു ആശ്വാസം കിട്ടില്ല. നമ്മുടെ ആശ്വാസം നമ്മുടെ വിശ്വാസം, നമ്മുടെ ബോധ്യം, അതനുസരിച്ച് സത്യസന്ധവും നീതിപൂർണവും നിർമ്മലവുമായ ഒരു മനസാക്ഷിയോടെ ജീവിച്ചു, സത്യത്തെ എന്നും മുറുകെ പിടിച്ചു, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, വിജയിക്കാൻ വേണ്ടിയിട്ട് ആരെയും കാലു വാരിയിട്ടില്ല, വളഞ്ഞ വഴിയിലൂടെ പോയിട്ടില്ല, അനീതിയുടെ കൂട്ട് നിന്നിട്ടില്ല, കറക്റ്റ് മാർഗത്തിലൂടെ പോയിട്ടില്ല എന്നൊക്കെയുള്ള ആ ഒരു ബോധ്യവും അവനവന് കഴിയുന്ന നന്മ എന്നും ചെയ്തിട്ടുണ്ട് എന്നും അവനവന് കഴിയുന്ന രീതിയിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആശ്വാസവും നമുക്കുണ്ടാവണം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതാണ് ഒരു ജീവിതത്തിൽ വിജയിച്ച മനുഷ്യൻ്റെ അടയാളങ്ങൾ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.